സാരംഗിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലയിൽ വെച്ചിട്ട് നമുക്ക് മത്തി പൊള്ളിക്കുന്ന എങ്ങനെയാണ് നമുക്ക് നോക്കിയാലോ. 7 മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ അരച്ച് ചേർക്കാനുണ്ട്. അതിന് കുറച്ച് കുരുമുളക് വേണം, അതുപോലെ തന്നെ ഇഞ്ചി, ഒരു 4 കുഞ്ഞുള്ളി, 5ഓളം വെളുത്തുള്ളി, ഒരല്പം കാന്താരി, ഇത്രയും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് മീനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കത് അരച്ചെടുക്കാം. അരപ്പ് മത്തിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. വാഴയില വാട്ടണം. വാഴയില വാട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ഈ മത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോ മത്തിയും ഇതുപോലെ തന്നെ നേരെ നേരെ വെച്ച് കൊടുക്കാം. ഇനി ബാക്കി വന്ന മസാലയൊക്കെ ആ മീനിൻ്റെ മേലേക്ക് അത്യാവശ്യം ഇട്ട് കൊടുക്കാം. അപ്പം അതൊന്ന് കവർ ചെയ്ത് വന്നോളും. നമുക്ക് വാഴയുടെ ഇല നന്നായിട്ടൊന്ന് മടക്കാം. എന്തായാലും വാട്ടിയതുകൊണ്ട് പൊട്ടിപ്പോവില്ല, എന്നാലും നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് മടക്കിയെടുക്കുക. വാഴയുടെ നാര് കൊണ്ട് തന്നെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ചൂടാക്കാം. ഇനി നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഈ തുറന്ന് നോക്കിയപ്പോൾ ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീന് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കതൊന്ന് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ മസാലയുടെ, അതുപോലെ തന്നെ ആ വാഴയിലയിൽ വിട്ട് വാട്ടിയതിൻ്റെ ആ ഒരു മണവും വരുന്നുണ്ട്. അങ്ങനെ 2 സൈഡും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. മത്തി ഇലയിലിട്ട് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. വെളിച്ചെണ്ണ ഒരല്പം തൂവി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തി പൊള്ളിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ടേ.